ഈ അടുത്ത കാലത്ത് നടന്നു എന്നതാണ്. അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ പോയാലും മലയാളി ബ്ലൂ പൈൻ ഹോട്ടലിലെ 305 മുറിയിൽ അവരെ കണ്ടെത്തത് മരിച്ച നിലയിലാണ്. ചോദിക്കുന്ന ഒരർത്ഥവുമില്ല. കാരണം നിയമ സംവിധാനത്തിൻ്റെ ഉള്ള ആൾക്കാരും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ എങ്ങനെ ശരിയാകുന്നത്? ഒരാളിനെ വഴിക്ക് കൊണ്ടുപോയി കൈ കിട്ടിയ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത് ലോക സുഖങ്ങളാണ്, പണവും പദവിയും. അപ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ഉപരിപഠനം ഇങ്ങനെ കൊടുത്ത ഈ പിള്ളേരെയൊക്കെ വശത്താക്കുന്നു. ഒരിക്കൽ ഒരു നഗരത്തിൽ വികാരിയായിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. വളരെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിരുന്ന പെൺകുട്ടി, ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളെ കൊള്ളാമല്ലോ എന്ന് കണ്ട അവിടുത്തെ ഒരു ഏജൻസി ലേഡി പറഞ്ഞു, മോളെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പോകാം. മഴ ഇരുളടഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഗുഹ പോലെയുള്ള മുറിയുടെ വാതിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു ജ്യൂസ് കുടിക്കാൻ കൊടുത്തപ്പോൾ തന്നെ അല്പം തല മന്ദീഭവിച്ചു. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പല പ്രത്യേകത ആർട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുക. ഒരു വലിയ മേശപ്പുറത്ത് കിടത്തിയിരിക്കുന്ന ഒരു യുവതിയുടെ രഹസ്യ ഭാഗത്ത് വിശുദ്ധ കുർബാന കൊണ്ട് പ്രദർശിച്ചിട്ട് അതിന് ചുറ്റും വന്ന് നടന്ന് നിന്നുകൊണ്ട് ചീത്ത വാക്കുകൾ പറഞ്ഞ് ഡെസക്രേഷൻ നടത്തുക. അതാണ് ആരാധന. അത് നമ്മൾ ധാർമ്മികമെന്ന് വിചാരിക്കുന്ന നേരെ എതിരായിട്ട് ഇങ്ങനെ സംഭവം കണ്ടതോടെ പെണ്ണ് ബോധം കെട്ട് നിലത്ത് വീഴും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യമെങ്കിലും മാതാപിതാക്കൾ അതുപോലെ ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിരുന്ന നഗരത്തിൻ്റെ ദേവാലയത്തിൻ്റെ ആനവാതിൽ വന്ന ആൾ കുർബാനയ്ക്ക് നാക്ക് നീട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കൈ കൊണ്ട് നീട്ടി സ്വാഭാവികം നമ്മളങ്ങ് കൊടുത്തു പോകും. അങ്ങനെ അപ്പോഴാണ് മനസ്സിലായി. തിരിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ കുർബാന പോക്കറ്റിലിട്ടുണ്ട് നടന്നു പോകുന്നത് കണ്ട് ഞാൻ ശുശ്രൂഷയെ വിളിച്ച് പെട്ടെന്ന് അയാൾ വിളിക്കാൻ പറയും. വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചെന്നല്ല, പോക്കറ്റിൽ നിന്ന് ഞാൻ കുർബാന എടുത്ത അനുഭവം എനിക്കൊണ്ട് തിരിച്ചെടുത്തു. പിന്നെ ആദ്യം ഇന്ന് വരെ ഏത് കോവിഡ് ആണെങ്കിലും ശരി വിശുദ്ധ കുർബാന ഞാൻ കയ്യിൽ കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിറോ മലബാർ സഭയുടെ ആരാധനാക്രമപ്രകാരം ഇന്ന് സർവ്വവിശുദ്ധരുടെയും തിരുനാളാണ്. വിശുദ്ധ ജീവിതങ്ങളെ സ്വാധീനിച്ച ആ ദൈവകൃപ നമ്മളെയും സ്വാധീനിക്കാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അബ്രഹാമിലാണ് നിൽക്കുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസവും വാസ്തവത്തിൽ നാം എന്നും നമ്മളെ ആരാധനാക്രമത്തിൽ അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ്. അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമേ എന്ന് നാം ബലിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതെന്നെ അങ്ങനെ പറയാൻ കാര്യം നമ്മുടെ ദൈവമല്ലേ എന്ന് ചോദിക്കാം. വസ്തുതൻ്റെ അർത്ഥം അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ സ്വയം വെളിപ്പെടുത്തിയ ദൈവമേ, ഇതാണ് അതിൻ്റെ അർത്ഥം. പ്രധാന സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെയൊക്കെ പ്രാരംഭത്തിൽ തന്നെ ആ വധുവിനെയും വരനെയും കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരുടെയും കൈകൾ വലത്ത് കൈ ചേർത്ത് പിടിച്ച് വൈദ്യം പറയും, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വാസമാണത്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന കാര്യം, ചിന്തിക്കാൻ പോകുന്ന കാര്യം, അബ്രഹാം തൻ്റെ ജീവിതയാത്രയിൽ ഓർക്കണം, ഇന്നത്തേതുപോലെയോ അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ന്യായപ്രമാണം ഉണ്ടായതിന് ശേഷം പോലെയോ ഒന്നും വലുത്. മോശയുടെ കൈകളുടെ 10 കൽപ്പനകൾ കിട്ടുന്നതിനൊക്കെ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മനസാക്ഷിയിൽ ദൈവത്തിനെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ മറ്റ് ഒരു സഹായം കൂടാതെ ഉള്ളുകൊണ്ട് ആ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് തൻ്റെ കൂടെ വസിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ചരിത്രമാണ് അബ്രഹാമിൻ്റെ ചരിത്രം. ആ കൃപ കണ്ടെത്തി തൻ്റെ ജീവിതത്തിൽ അത് വിട്ടുപോകാതെ ഇരിക്കാൻ വേണ്ടി ചെന്നിടത്തൊക്കെ ബലിപീഠം സ്ഥാപിച്ച് ബലിയർപ്പിച്ച ദൈവത്തിന് നന്മകൾ, സ്തുതികൾ നേർന്നിരുന്ന ഒരു ജീവിത ശൈലി നമുക്ക് മാതൃക മാത്രമൊന്നുമല്ല, നമ്മുടെ വഴിത്താരി അത് തന്നെയാണ്. അത് പൂവണിഞ്ഞതാണ് പിന്നീട് തൻ്റെ സന്തതിയായിട്ട് വന്ന ഈശോ മിശിഹായിൽ ദൈവത്തിൻ്റെ അഭീഷ്ടം പൂർത്തിയാക്കപ്പെട്ട പാപമോചന പ്രക്രിയയിലൂടെ നമ്മളെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവ് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് ആ ഒരു വിശ്വാസധാര അല്ലെങ്കിൽ വിശ്വാസ ശൈലി ഇത് മങ്ങിപ്പോയ ഭയങ്കര അപകടമുണ്ട് സഹോദരങ്ങളെ. പ്രത്യേകിച്ച് മുട്ട് വഴിതെറ്റിയ അന്ധവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോവുകയും കൂരിരുട്ടിൽ ചെന്നപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന എത്ര സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇത് ഗൗരവമാണ്. ഈ അടുത്ത കാലത്ത് നടന്നു എന്നതാണ്.
അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ പോയാലും മലയാളി 2-3 പേരാണ്. നമുക്കറിയാം, ഇന്നലെ നടന്ന കാര്യമില്ലേ, ഒരു നവീൻ തോമസും ഒരു ദേവിയും ഒരു ആര്യ ബി നായരും ഒക്കെ ദമ്പതികൾ, 2 ദമ്പതികളും പിന്നെ സുഹൃത്തും എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരാണ് അവർ, വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസമൊന്നും വിശ്വാസത്തെ വാസ്തവത്തിൽ സംരക്ഷിക്കുകയൊന്നുമില്ല. വിശ്വാസം ഒരുപക്ഷേ ഈ വിദ്യാഭ്യാസം കൊണ്ട് നഷ്ടപ്പെടാനിടയുണ്ട്, യുക്തിവാദം കൊണ്ട്. ആയുർവേദ ഡോക്ടർമാരായിരുന്നു അവർ. എന്താ ചെയ്തത്? കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ അവർ സീറോ ലോവർ സുബാൻസിരി ബ്ലൂ പൈൻ ഹോട്ടലിൽ 305 മുറിയിൽ അവരെ കണ്ടെത്തത് മരിച്ച നിലയിലാണ്. വലിയ വാർത്തയായിരുന്നില്ലേ, ഭയങ്കര വാർത്ത. രക്തം വാർന്ന കൈകളിൽ മുറിവ്. പിന്നെന്താ, അവർ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചപ്പം പല കാര്യങ്ങൾ കണ്ടെത്തി, മുഴുവനൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞിരുന്നെന്നൊക്കെ കണ്ടെത്താൻ കഴിയും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈ ബ്ലൂ മാജിക്ക്, അതുകൊണ്ട് വിശ്വാസങ്ങളിലൂടെ അങ്ങനെയുള്ള ആ വിശ്വാസങ്ങൾ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു ഇവർ എന്നും അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ആ പെൺകൊച്ചിൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഫെബ്രുവരി അടുത്ത മാസം 7-ാം തീയതി നടത്താൻ അതിൻ്റെ അപ്പൻ നിശ്ചയിച്ചിരുന്ന ഏക മകളാണ്. എന്നിട്ടോ തിരുവനന്തപുരം വൈകുണ്ഠ കല്യാണ മണ്ഡപത്തിലെ ഒരുക്കങ്ങൾ മാതാപിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് ആളുകളെ വിളിച്ചും തുടങ്ങിയിരുന്നു. എന്നിട്ട് അവൾ ടൂർ പോകുന്ന പോലെ അങ്ങ് പോയി. ഫ്രഞ്ച് അധ്യാപികയായിരുന്നു ആ പെൺകുട്ടി, ശ്രീകാര്യത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ. ആലോചിച്ച് നോക്കിയേ, അവരെ സ്വാധീനിച്ചത് എന്താണ്? അന്ധവിശ്വാസം. ഇത് എന്നിട്ട് അവർ പെട്ടെന്ന് ഒരു അന്യഗ്രഹത്തിലെ പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ജീവൻ ഉദയം ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചതാണ് സ്വയം. ആര് പറഞ്ഞു കൊടുത്ത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ അസാധാരണ സംഭവം. പക്ഷേ ഇൻ്റർനാഷണൽ റിയാലിറ്റിയാണ് ഈ സാത്താൻ സേവ എന്നൊക്കെ പറയുന്ന സംഗതി. ഇവിടെ അതിൻ്റേതായ ധാരാളം അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ശരിയായ വിശ്വാസത്തിൻ്റെ പാത തെളിച്ച് കൊടുത്തില്ലെങ്കിൽ യുവജനങ്ങൾ ഇതിനൊക്കെ പെട്ടുപോകാനിടയുണ്ട്. ഒരു സംശയമില്ല. ഒന്ന് പെട്ടാൽ പിന്നെ ഊരിയെടുക്കുന്നത് എളുപ്പമല്ല. ഏലത്തൂർ നരബലിയെക്കുറിച്ച് നാം കേട്ടത്. നരബലി അവർ 3 പേര് പാദത്താണ്. എന്തൊരു സംഭവമാണ്! കണ്ടാൽ എത്ര നല്ല മിടുക്കരായ ആൾക്കാരാണ്. എന്നാ സുന്ദര ഇംഗ്ലീഷ് ആ പെൺകുട്ടി പറയുന്നത്. അതുകൊണ്ട് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കാര്യമുണ്ടല്ലോ, എനിക്ക് ഒരിക്കൽ എൻ്റെ നെവ്യുവായ ഇപ്പം ഡോക്ടറാണ്, അദ്ദേഹം ഒരിക്കൽ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അദ്ദേഹം ഫേമസ് ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ SP കോളേജിലെ ഹോസ്റ്റലിൽ ഒരു മുറി താമസിച്ചിരുന്ന ഒരാളാണ് ഈ കാഡൽ ജിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. വളരെ ഭക്തനായ പയ്യനായിരുന്നു. വർഷ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ കുരുത്തോലയൊക്കെ കണ്ടിച്ചുകൊണ്ട് വരാൻ മുമ്പന്തി നിന്നയാളാണ്. ഈ കക്ഷിയാണ് ഏതോ ചെന്ന് തെറ്റായ വിശ്വാസധാരയിൽ ചെന്ന് ചാടിയിട്ട് ഒരു ദിവസം 2ാമത്തെ നിലയിലേക്ക് പെങ്ങളെ വിളിച്ചു. രഹസ്യമായിട്ട് ഒച്ച കപ്പിക്ക് അവളെ കൊന്നു. പിന്നീട് അമ്മയെ വിളിച്ചു, അമ്മയും കൊന്നു. അപ്പനെ വിളിച്ചു, അപ്പനെയും കൊന്നു. പിന്നെ വല്യമ്മയുണ്ട്, അതിനെയും കൊന്നു. എന്നാ മറുപടി പറഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷനാണെന്നാണ് പറഞ്ഞു. പൈശാചിക ശക്തിയിലെ ആരാധിക്കുന്ന ആളുകൾ പണ്ട് ജയിലിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഒന്ന് ആലോചിക്കുക, മനുഷ്യ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ എന്ത് ഭയങ്കരമാണ്. രഹിത, അതായത് അർത്ഥമില്ലാത്ത വിശ്വാസങ്ങൾ ചെന്ന് പെറ്റിട്ട്, ഇത് നിസ്സാരകാലിയൊന്നുമല്ലോ, ഇത് ഇന്നലെ ഉണ്ടായിരുന്നല്ല. ഈ കറുത്ത കുർബാനയുടെ ആരാധനയൊക്കെ ഉണ്ട് 1966 അമേരിക്കയിലാണ് ഇതൊക്കെ ഉണ്ടായത്. മെറ്റീരിയലിസത്തിൻ്റെ മൂർധന്യത്തിലാണല്ലോ ഇതൊക്കെ. ഇങ്ങനെയുള്ള വഴിതെറ്റുകൾ ഉണ്ടാകുക സാധ്യത. കൂടത്തായി കൊലപാതകം, ഇതുകൊണ്ട് ഇതുപോലെ നമ്മുടെ മനസ്സിന് മാറാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ പിൻപിലെ രഹസ്യങ്ങൾ. അപ്പോൾ അരുണാചലിലെ സംഭവത്തെക്കുറിച്ച് പറയുന്നത് അവർ ആൻറ്റി ജീസസ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ആൻറ്റി ജീസസ് ഗ്രൂപ്പ്, എന്തൊരു കഷ്ടമാണ് നോക്കണേ. മറ്റു മതങ്ങളിലൊക്കെ ഉണ്ടല്ലോ ദൈവിക മൂർത്തികൾ, അവരെയൊന്നും ആൻറ്റി ആയിട്ട് ആരും ഒന്നും പറയുന്നത്. പക്ഷേ ഈ കർത്താവ് മാത്രമേ ആൻറ്റി ഗ്രൂപ്പ്. കാരണം പിശാചിനെ തിരിച്ചറിയുന്ന ആൾ ഈശോയാണ്.
കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്നവൻ ആരെ ആദ്യം തിരിച്ചറിഞ്ഞ് കർത്താവ് ചെന്നപ്പോഴേ ഗലീല കടൽ തീരത്ത് നമ്മുടെ നിന്ന് ഇവനെ നാട്ടിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? ശിഷ്യന്മാർ കൃത്യമായി സായം സന്ധ്യയിലാണ് പറഞ്ഞത്. സായം സന്ധ്യയുടെ പ്രത്യേകത എന്താ? സായം സന്ധ്യ ഇരുട്ടായിട്ടില്ല, പകൽ തീരാറുമായി, അതിനിടയിലുള്ള ചെറിയ സമയമാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലേക്ക് ഇരുട്ട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. നിൻ്റെ വെളിച്ചം തീർന്നിരിക്കുന്നു. അപ്പോഴാണ് കർത്താവ് നമുക്ക് പോകാം അക്കരയ്ക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ഇവരെ പോയി. കല്ലറയുടെ അടുത്ത് അവിടെ എങ്ങാണ്ട് ചെന്നപ്പോൾ ഒരുത്തൻ പെട്ടെന്ന് അവിടുന്ന് ഗദറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരുവൻ കല്ലറയിൽ നിന്ന് എടുത്ത് ചാടി വന്ന് പിശാച് ബാധിനാണ്. ചങ്ങലകളാ ബന്ധിക്കപ്പെട്ടിരുന്നു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, ഈ സമയത്ത് മുമ്പ് എന്നെ പീഡിപ്പിക്കാൻ വന്നു. കർത്താവിനെ തിരിച്ചറിഞ്ഞ് അവൻ ദൈവപുത്രനാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ തിരിച്ചറിവ് കൃത്യമുണ്ട്. ഈശോയെ തിരിച്ചറിയാൻ സാധിക്കും പിശാചുക്കൾക്ക്. കാരണം ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ ആൻറ്റി ജീസസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈശോയെ തന്നെ വെളിപ്പെടുത്തുന്ന സംഗതികൾ തന്നെയാണ് ആൻറ്റി ജീസസ് ഗ്രൂപ്പ്. ഇപ്പോൾ ആൻറ്റി ജീസസ് ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു ഇവരെന്നൊക്കെ പറയുന്ന പ്രത്യേക അറിയിപ്പുകൾ, ചിന്തകളൊക്കെ പത്രത്തിലൊക്കെ വായിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെ ജീവിതം ബലികരിക്കപ്പെട്ടിട്ട് ഇവിടെ നിയമ സംവിധാനമൊന്നും ഇല്ലയെന്ന് ചിലപ്പോൾ ചോദിക്കുന്ന ഒരർത്ഥവുമില്ല. കാരണം നിയമ സംവിധാനത്തിൻ്റെ ഉള്ള ആൾക്കാരും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ എങ്ങനെ ശരിയാകുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഭരണമില്ല എന്ന് ചോദിക്കാം. പക്ഷേ ഭരണബന്ധത്തിൽപ്പെട്ട ആൾക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ഇതൊക്കെ ഇൻ്റർനാഷണൽ മാഫിയയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതെന്നറിയാവും. അവർ ചെയ്യുന്നത് ഒരാളിനെ വഴിക്ക് കൊണ്ടുപോയി കൈ കിട്ടിയ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത് ലോകസുഖങ്ങളാണ്. മാത്രമല്ല പണവും പദവിയും. അപ്പോൾ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉപരിപഠനം ഇങ്ങനെ കൊടുത്ത ഈ പിള്ളേരെയൊക്കെ വശത്താക്കുന്നു. അവിടെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രീ മേസൺസ് എന്ന് പറയുന്നത്, ഇല്ലുമിനേറ്റീവ് ഫ്രീ മേസൺ എന്ന് പറയുന്ന വിഭാഗം, അവർ സെക്സ് വൈദ്യമാണ്. ഒരിക്കൽ ഒരു നഗരത്തിൽ വികാരിയായിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. വളരെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിരുന്ന പെൺകുട്ടി, അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ വന്ന് അപ്പൻ താമസിപ്പിക്കുക വാടകയ്ക്ക്. അവളെ കൃത്യമായിട്ട് കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന് വരികയും ഇങ്ങനെയൊരു ഗ്രൂപ്പിൻ്റെ രഹസ്യ സംഘത്തിന് സമീപമൊക്കെ ഇവർക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏജൻസികളുണ്ട് ആളെ പിടിച്ചുകൊണ്ട് പോകാൻ. ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളെ കൊള്ളാമല്ലോ എന്ന് കണ്ട ഒരു ഏജൻസി ഒരു ലേഡി വന്ന് പറഞ്ഞു, മോളെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് പോകാം. ഒരു പ്രാർത്ഥന നടന്ന കാര്യമാണ്, ഞാൻ ഡീൽ ചെയ്ത കാര്യമാണ്. പ്രാർത്ഥന കഴിഞ്ഞ് അയ്യോ എനിക്ക് നാളെ പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ പരീക്ഷയുണ്ട്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അതേ പരീക്ഷയ്ക്ക് 100% മാർക്ക് മേടിച്ച് ജയിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. അപ്പം പെണ്ണിന് അട്രാക്ഷൻ, അത് കൊള്ളാമല്ലോ, അതങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ കൊള്ളാമല്ലോ. കാരണം പരീക്ഷ വരുമ്പോൾ പിള്ളേർക്കൊക്കെ പരവേശമുണ്ടല്ലോ. അത് പെട്ടെന്ന് അവ വശപ്പെട്ട് അതിനകത്ത് ചെന്നു. മഴ ഇരുളടഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഗുഹ പോലെയുള്ള മുറിയുടെ വാതിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു ജ്യൂസ് കുടിക്കാൻ കൊടുത്തപ്പോൾ തന്നെ അല്പം തല മന്ദീഭവിച്ചു. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പല പ്രത്യേകത ആട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുക ആൾക്കാർ. അതിൻ്റെ കൂടെ നമ്മൾ ഇവൾ ഭയങ്കരമായിട്ട് പേടിച്ച് കാറാനായിട്ട് അലറാൻ തുടങ്ങിയപ്പോൾ സ്വരം വരുന്നില്ല. അവിടെ നിന്ന് പിടിച്ച് അകത്ത് കയറ്റി പടിപടിയായിട്ട് വരത്ത് ചെന്നപ്പോഴാണ് ഈ പറയുന്ന പ്രത്യേക നഗ്ന പൂജ നടക്കുന്നത്. ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന സംഗതി നഗ്ന പൂജയാണ്. ഒരു വലിയ മേശപ്പുറത്ത് കിടത്തിയിരിക്കുന്ന ഒരു യുവതിയുടെ ഏറ്റവും ഗുഹ്യഭാഗത്ത് രഹസ്യ ഭാഗത്ത് വിശുദ്ധ കുർബാന കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അതിന് ചുറ്റും വന്ന് നടന്ന് നിന്നുകൊണ്ട് ചീത്ത വാക്കുകൾ പറഞ്ഞ് ഡെസക്രേഷൻ നടത്തുക. അതാണ് ആരാധന. അതായത് നാം എന്താണ് ദൈവം എന്ന് വിചാരിക്കുന്നു അത് അവർക്ക് ഏറ്റവും എതിർക്കപ്പെടുന്ന വസ്തുവാണ്, അവർ നികൃഷ്ടമാണ്. നാം എന്താ നന്മയെന്ന് വിചാരിക്കുന്നു അവരെ സംബന്ധിച്ച് അതാണ് തിന്മ. അപ്പോൾ അതുകൊണ്ട് നമ്മളെവിടെ ധാർമ്മികരെന്ന് വിചാരിക്കുന്നു അത് അവരെ സംബന്ധിച്ച് അധാർമികരെയാണ്. അത് നമ്മൾ ധാർമ്മികമെന്ന് വിചാരിക്കുന്ന നേരെ എതിരായിട്ട് ഇങ്ങനെ സംഭവം കണ്ടതുകൂടി പെണ്ണ് ബോധം കിട്ടും നിലത്ത് വീണ് കഴിഞ്ഞപ്പോഴും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചത്തുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് എന്തോ പിന്നെ അതിൻ്റെ രഹസ്യമായിട്ട് ഈ കൊച്ചിനെ കൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് അതിൻ്റെ വീട്ടിൻ്റെ പടിക്കെ കൊണ്ട് ഇട്ടേച്ച് സ്ഥലം വിട്ടു. കൊച്ചിനരങ്ങുകയും മൂളുകയും ചെയ്തപ്പോഴാണ് ഇതെന്തോ അപ്പനത് കണ്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പിന്നെ മുഖത്ത് വെള്ളമെല്ലാം തളിച്ചു അതിനെ നേരെയാക്കിയിട്ട് അതെന്താ സംഭവിച്ചത് അതിന് തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ കൊച്ചിനെയും രാവിലെ ഒരു 10 മണിയായപ്പോൾ അപ്പന് വികാരിയായിരുന്നു എൻ്റെ അടുത്ത് കൊണ്ടുവരാനിട. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഡീൽ ചെയ്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. മണിക്കൂറിലെടുത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് സംഭവിച്ചതാണെന്ന് മനസ്സിലായി. നോക്കുക എത്ര ഭയങ്കരമാകൂടാ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവം ഇടപെട്ടതുകൊണ്ട് ആ കൊച്ചു നേരെയായി 1, 2, 3, 4 സിറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലാക്കി വിടാൻ സാധിച്ച ദൈവകൃപയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യമെങ്കിലും
ഈ ഇന്നത്തെ തലമുറ അറിഞ്ഞിരിക്കണം, മാതാപിതാക്കൾ അതുപോലെ ഈ ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സൂയിസൈഡാണ് സംഭവിക്കുന്നത് എന്നാൽ, അതായത് അന്യഗ്രഹത്തിലേക്ക് പുതിയ ജീവിതം, അതോ പുതിയ ഒരു ഇതൊക്കെയാണ് വാഗ്ദാനം. അത് വേണ്ടി പെട്ടെന്ന് ഇവിടുന്ന് കടന്നു പോയേക്കാം. അതിന് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരും കൂടെ കൂടിയിട്ട് കയ്യിൽ നിന്ന് ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന് ഒഴുകിയിട്ട് പിന്നെ നേരെ ഇങ്ങനെ 3 പേരും മരിച്ചു കിടക്കുന്നത്. പക്ഷേ ഇന്ന് മൃതസംസ്കാരം നടക്കുകയാണ് പലയിടത്തും. ഒരാൾ മീനിടംകാരനാണ്, അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വ്യക്തി മീനിടംകാരനാണ്, അവിടെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം എന്തുകൊണ്ടാണ് സംഗതി ഇത് ഇങ്ങനെ ഈ ചുറ്റുപാട് ഉണ്ടെന്നെങ്കിലും ആൾ അറിഞ്ഞിരിക്കേണ്ടേ? ഈ സാത്താൻ സഭ എന്ന് പറയുന്ന സംഗതി കുർബാന കൈകളിൽ കൊടുക്കുന്ന ദേവാലയത്തിൽ പലപ്പോഴും അതിനകത്ത് അകലെ അല്ലാതെ ഈ സാത്താനാദരം ഉണ്ടാകും എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുന്നതാണ് കഴിയുന്നത്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാനിരുന്ന നഗരത്തിൻ്റെ ദേവാലയത്തിൻ്റെ ആനവാതിൽ വന്ന ആൾ കുർബാനയ്ക്ക് നാക്ക് നീട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കൈ കൊണ്ട് നീട്ടി സ്വാഭാവികം നമ്മളങ്ങ് കൊടുത്തു പോകും. അങ്ങനെ അപ്പോഴാണ് മനസ്സിലായി. തിരിഞ്ഞ് നോക്കിയപ്പോൾ അയാൾ കുർബാന പോക്കറ്റിലിട്ടുണ്ട് നടന്നു പോകുന്നത് കണ്ട് ഞാൻ ശുശ്രൂഷയെ വിളിച്ച് പെട്ടെന്ന് അയാൾ വിളിക്കാൻ പറയും. വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചെന്നല്ല, പോക്കറ്റിൽ നിന്ന് ഞാൻ കുർബാന എടുത്ത അനുഭവം എനിക്കുണ്ട്, തിരിച്ചെടുത്തു. പിന്നെ ഇന്ന് വരെ ഏത് കോവിഡ് ആണെങ്കിലും ശരി വിശുദ്ധ കുർബാന ഞാൻ കയ്യിൽ കൊടുത്തിട്ടില്ല. അത് ഏത് സാഹചര്യം ആയാലും ശരി കൊടുത്തിട്ടില്ല. കാരണം അതൊരു പ്രധാനപ്പെട്ട എൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള പൈശാചിക സംഗതികൾ ചുറ്റുപാടും നടക്കുന്നുണ്ടെന്ന കാര്യം ഇത് വളരെ ഗൗരവമായ ഇൻ്റർനാഷണൽ ഇടപാടാണിത്. അല്ല ഇവിടെ പ്രൈവറ്റായിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്ന കാര്യങ്ങളുമല്ല. അതുകൊണ്ട് നിലനിൽക്കുന്ന എല്ലാ ധാർമ്മികതയ്ക്കും വിരുദ്ധമായിട്ട് പോകുന്നതാണ് അവരുടെ പ്രാമാണിക നിലപാട്. തിരുവോസ്തിയൊക്കെ എങ്ങനെയായാലും പണം കൊടുത്ത് വാങ്ങിക്കാൻ 15,000 രൂപയ്ക്കൊക്കെ ഒരു തിരുവോസ്തി, വാഴ്ത്തപ്പെട്ട ഒരു തിരുവോസ്തി മേടിക്കാൻ അവർ തയ്യാറാകും. പക്ഷേ ഈ സാധാരണക്കാരന് തിരുവോസ്തി വാഴ്ത്തപ്പെട്ടതോ അല്ലാത്തതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് തിരിച്ചറിയാം. അത് മുമ്പേ പറഞ്ഞതുപോലെയാണ്. അതായത് പിശാചിന് തിരിച്ചറിയാൻ കർത്താവിനെ. അപ്പോൾ അതുകൊണ്ട് ഇവർക്കറിയാം വാഴ്ത്തപ്പെട്ടതാണോ വാഴ്ത്തപ്പെടാത്തതാണോ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 1966 അമേരിക്കയിൽ ആരംഭിച്ച ഇടപാടാണിത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സിനിമകൾ, ഒക്കൾട്ട് സിനിമകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ സിനിമകളിലൂടെയൊക്കെ അവർക്ക് പണം കോരാനെടുക്കും. മനുഷ്യൻ ഇങ്ങനെ ആങ്സൈറ്റിയുടെ ആവേശൂർ ഇത് കണ്ടുകൊണ്ടിരിക്കും, ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരും. പക്ഷേ അത് മനസ്സിനെ സ്വാധീനിക്കും നെഗറ്റീവായിട്ടാണ്. നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. അത് സിനിമാ സംവിധായകൻ പണം ഉണ്ടാക്കും, പക്ഷേ തലമുറകൾ നശിച്ചു പോകാനായിട്ടിടയുണ്ട്. ഇതൊക്കെ ഒരു വേണ്ട വിധത്തിലൊക്കെ അതൊന്നും കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ഉള്ള നമ്മുടെ ആളുകൾക്ക് അതൊന്നും തയ്യാറല്ല. അവർക്ക് സമ്മതിക്കുകയില്ല ആൾക്കാർ. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചുറ്റുപാടുകൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കും. ആർക്കും വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ സങ്കേതത്തെ ഒന്ന് അവിടെ നിന്നൊന്ന് ഇറക്കി വിടാൻ ഓടിക്കാൻ വേണ്ടി അന്നത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അടുത്ത് വരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏതായാലും അത് വിജയിച്ചു. അവിടെ നിന്ന് ഓടിച്ചു. പക്ഷേ അവരിന്ന് ഓടിച്ചെങ്കിലും വേറൊരിടത്ത് ഒരു കേന്ദ്രീകരിച്ചു. ഒരു വനസമാനമായ സ്ഥലത്ത് പോയി വലിയ ഓട്ട കെട്ടിയിട്ട് അതിനകത്ത് പരിപാടി തുടർന്നും ആ പ്രദേശത്ത് ഞാൻ ചെല്ലുമ്പോൾ ആളുകളോട് ചോദിക്കും ഇതന്നെ ഇതിനകത്ത് നടക്കുന്നത്. അതറിയാൻ പാടില്ല. പാതിരായ്ക്ക് ഇങ്ങനെ വണ്ടികൾ വരുന്നതാണ്. അത് വലിയ വിലപ്പിടിപ്പുള്ള വലിയ വണ്ടികൾ കാണാം. 4 മണിക്ക് മുമ്പ് തിരിച്ചും പോകുന്നത് കാണാം. ഇതൊക്കെ നടക്കുന്നു എന്ന കാര്യം എങ്കിലും അപ്പോൾ അതിന് എങ്ങനെയുള്ള സംഗതി സമൂഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഒരുപാട് ഇവർ വലിയ വമ്പൻ പണക്കാരാണ്, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്, വലിയ വ്യവസായികളാണ്. അതിനകത്തൊക്കെ ഒരു അടയാളം ഉപയോഗിക്കാം. ചില പ്രത്യേകമായ സംഗതികളെ തല കീഴായ കുരിശ്, ഇതൊരു അടയാളമാണ്. അതുപോലെ വേറെ ഒത്തിരി അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഓജോ ബോർഡും ബ്ലൂ വെയിലൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോധന നമുക്ക് ആളുകൾക്ക് ഉണ്ടാവാൻ കുറേയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇന്ന് ആവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെ വിട എന്ന് പറയാൻ, അപ്പോൾ ഇന്ന് തിരിഞ്ഞ് ശരിയായ വിശ്വാസത്തിലേക്ക് വരാനുള്ള താല്പര്യം കാണിക്കണ്ടേ? എത്രയോ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. അതെവിടെ നിന്ന് പുറപ്പെട്ടതാണ്? ക്രിസ്തുവിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ദൈവിക വെളിപാടിലൂടെ ആരംഭിച്ച അവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ആരംഭം തൊട്ട് തന്നെ പറഞ്ഞു വരുന്നത് ഈ വിശ്വാസ വീഥിയിലൂടെ, വിശ്വാസത്തിന് വെളിച്ചത്തിലൂടെ ജീവിതത്തെ കാണാൻ പരിശ്രമിക്കുകയാണ്. അത് ഈ പ്രബോധനങ്ങളുടെ ഉദ്ദേശം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ അബ്രഹാമിനെ മാതൃകയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. നമ്മളന്ന് കാണുന്ന അബ്രഹാമിനെ, അതായത് 12-ാം അധ്യായം 10 തൊട്ട് 20 വാക്യങ്ങൾ, അത് കഴിഞ്ഞൊരു അപകടത്തിൽപ്പെടുന്നതാണ്. ഈജിപ്തിലേക്ക് പോയി. എന്തിനാണ് ഈജിപ്തിലേക്ക് പോയത്? അന്ന് ക്ഷാമം ഉണ്ടായിരുന്നു. ക്ഷാമം പ്രമാണിച്ച് ഈജിപ്തിലേക്ക് വന്ന പല സംഭവങ്ങളും നാം അവിടെ ഉണ്ട്.
പുറപ്പാട് പുസ്തകത്തിൽ തന്നെയാണ് ഈജിപ്തിലേക്ക് പോയില്ലേ, യാക്കോബിൻ്റെ മക്കളോടെ പോയിട്ട് പിന്നെ പെറ്റുപിരികെ അവിടെ തിരിച്ചവിടുന്ന് പോകുന്ന സംഭവങ്ങളുടെയൊക്കെ ഒരു വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക പ്രോട്ടോടൈപ്പായിട്ട് അബ്രഹാം ഈജിപ്തിലേക്ക് പോയത് കാണാൻ പറ്റും. പോയ വഴിക്ക് അപകടം, പോയാൽ ചെന്ന് കഴിയും. കാരണം ഫറോ ഭയങ്കര സുന്ദരിയായിരുന്നു ഈ പൂർവ്വമാതാവ് സാറ. അപ്പോൾ അബ്രഹാമിന് പേടിയായിപ്പോയി. കാരണം സാറയെ പിടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ കൊല്ലുമെന്ന് വിചാരിച്ച അദ്ദേഹം ഇവളോട് പറഞ്ഞു, നീ സഹോദരിയാണ് എന്ന് പറഞ്ഞേക്കണമെന്ന്. അങ്ങനെ സഹോദരിയാണെന്ന് പറഞ്ഞു. സഹോദരിയാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനെ കൊല്ലാതെ തന്നെ രാജാവ് പിടിച്ചുകൊണ്ട് പോയി. രാജാവ് പിടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ശക്തനായവൻ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരുപാട് ഭാര്യമാരെ സംരക്ഷിക്കുന്ന കാര്യം. ഇപ്പം ഈ പിന്നെ പുസ്തകത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 1-4 വാക്യങ്ങൾ അതേക്കുറിച്ച് പറയുന്നത് അതിശക്തമായ ഭാഷയിൽ എതിർക്കുന്നുണ്ട്. വിശുദ്ധഗ്രന്ഥത്തിൻ്റെ വെളിപാട് കാണുന്ന അന്ന് നിലനിന്നിരുന്ന ഇതുപോലെ തിന്മകളെയൊക്കെ ശക്തമായിട്ട് എതിർത്ത് പോരുന്നതാണ്. അപ്പോൾ ഫറവോ പിടിച്ചുകൊണ്ട് പോയി. പക്ഷേ സംഭവിച്ചിരുന്നത് ഫറവോയ്ക്ക് അതിഭയങ്കരമായ ശല്യമുണ്ടായി, മഹാമാരി, അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ ഇതെന്ത് ഈ അസ്വസ്ഥത കണ്ടപ്പോഴാണ് അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നം. അതുകൊണ്ട് തിരിച്ച് അബ്രഹാമിനെ വഴക്ക് പറഞ്ഞു. പക്ഷേ അതേ സമയത്ത് അബ്രഹാമിന് ധാരാളം സമ്പത്തും കൊടുത്തവരെന്ന് പറഞ്ഞയച്ചു. എങ്ങനെയും ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അബ്രഹാമിന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നത് ഭയങ്കര സമ്പന്നനായിട്ടാണ്. ആലോചിച്ച് നോക്കിയേ, ലോകത്തും കൂടിയുണ്ട്. അപ്പോൾ ഒരു അപകടസ്ഥിതിയെ സമ്പത്ത് ഉണ്ടാക്കാനുള്ള വഴി ദൈവത്തിന് മാറ്റാൻ പറ്റും. നമ്മൾ അധികം അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. തമ്പുരാൻ നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് സമയത്ത് ഉണ്ടാക്കി തരും. അതുകൊണ്ട് നമ്മുടെ യോഗ്യത പരിഗണിക്കാതെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ യോഗ്യത പരിഗണിക്കാതെ ദൈവം സംരക്ഷണം നൽകും. നമ്മുടെ വിശ്വാസത്തിന് പ്രത്യേക. അതുകൊണ്ട് അതായത് പീഡിപ്പിക്കപ്പെടുന്നവനെ ശിക്ഷിക്കുകയും ചെയ്യും, പീഡിപ്പിക്കുന്നവനെ ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് ഫറവോയ്ക്ക് ശിക്ഷയുണ്ട്. അങ്ങനെയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ആ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ആശ്രയിക്കുന്നവനെ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. സംരക്ഷിക്കുന്നവനാണ്. മാത്രവുമല്ല നിന്നെ ഉപദ്രവിക്കുന്നവനെ ശിക്ഷിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ജീവിതം വഴിമുട്ടി എന്ന് തോന്നരുത്. തോന്നിയാൽ വഴി തുറന്നു തരാൻ കഴിയുള്ളവനാണ് നമ്മുടെ ദൈവം. ആ കാര്യം ഓർത്തിരിക്കണം. അതാണ് ആദ്യ ഭാഗത്ത് ഇന്ന് 12-ാം അധ്യായത്തിൻ്റെ 10-20 വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് പിന്നെ നോക്കിയിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് പോയാൽ മതി. വിശ്വാസ ജീവിതത്തെ ഒന്ന് നവീകരിച്ചെടുത്തിട്ട് അത് കുറേ കൂടി ജീവാത്മകമായി എടുക്കാനാണ് ഈ പ്രബോധനങ്ങൾ സഹായിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പുറപ്പെടുന്ന അവിടെ നിന്ന് അബ്രഹാമിൽ നിന്നാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന് പറയാൻ കാര്യമാണ്. രണ്ടാമത്തെ രംഗം 13-ാം അധ്യായം 1-18 വരെ വാക്യങ്ങൾ. അവിടെ മനോഹരമായൊരു മാതൃക കാണാം. അതായത് സമ്പന്നരായിട്ട് ഇവർ തിരിച്ചു വന്നു. അപ്പോൾ എന്നാ സമ്പത്ത് ആടുമാടുകളും കന്നുകാലികളും ഒക്കെ അല്ലേ. അപ്പോൾ ഇവർക്ക് നോക്കാൻ ഒത്തിരി വേലക്കാരൊക്കെ ഉണ്ടായി. വേലക്കാർ തമ്മിൽ പരസ്പരം വഴക്കായി കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പോൾ എന്നാൽ സമ്പത്ത് എപ്പോഴും കലഹങ്ങളിലേക്ക് നയിക്കും. സാധാരണഗതിയാണ്. അപ്പോൾ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ വാസ്തവത്തിൽ സ്നേഹം കുറയുകയും സഹോദര ബന്ധം കുറയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ സഹോദരന്മാർ തമ്മിൽ എന്തോ ഒരു കൂട്ടായ്മയും ഒരു താല്പര്യവുമായിരുന്നു. സമ്പത്തടി ഇല്ലായിരുന്നുകൊണ്ട് പരസ്പരം ആവശ്യമായിരുന്നു, പരസ്പരം ആശ്രയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക. ചേട്ടൻ അനിയൻ്റെ കാര്യം, അനിയൻ ചേട്ടൻ്റെ കാര്യം, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സഹായങ്ങളും ആവശ്യമാണ്. അന്നത്തെ ഘട്ടത്തിലെ ജീവിത രീതി അങ്ങനെയൊക്കെയായിരുന്നു. ഒന്നാമത് പറഞ്ഞാൽ ഓല കൊണ്ട് ആ മൂല കെട്ടിയിരിക്കുന്നെങ്കിൽ ഓല കെട്ടുന്ന ആ ദിവസങ്ങൾ പോലെ ഉത്സവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചെങ്കിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് വീടിൻ്റെ ഓല മാറ്റിയെടുത്തിട്ട് പുതിയ ഓല കിട്ടുന്ന സംഭവങ്ങൾ, അതുപോലെ പല കാര്യങ്ങളില്ല. കൃഷി സംഭവങ്ങളിൽ ഇഞ്ചി പറിക്കുന്നു, അല്ലെങ്കിൽ കപ്പ വാട്ടുന്നു, ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ സഹോദരങ്ങൾ തമ്മിൽ എന്നൊരു സാധാരണയും സന്തോഷകരമായ കൂട്ടായ്മയുണ്ട്. അതൊക്കെ പോയിട്ട് ഇപ്പോൾ സമ്പത്ത് കണ്ടമാനമായിട്ട് വർദ്ധിച്ച ഫോറിൻ വരുമാനമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കമ്പനിയുമായി വീടുമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തിരുന്ന് ബന്ധങ്ങളില്ലാണ്ട് പോകുന്നു എന്നത് അപകടകരമായൊരു കാര്യമാണെന്ന് തിരിച്ചറിയെങ്കിലും വേണം. നല്ല മനുഷ്യർ ബോധ്യമുള്ളവർ കൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കും. പക്ഷേ പണമൊക്കെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ജീവാത്മകമായിട്ട് പ്രയോജനപ്പെടുത്താൻ, ജീവകാരണപ്പെടുത്താൻ, ഇൻവോൾവ് ചെയ്യാൻ എല്ലാവരോടൊക്കെ ബന്ധപ്പെടാൻ സാധിക്കും. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ആളുകൾ ഇന്ന് ഇവിടെ കാര്യത്തിലാണെങ്കിൽ, ഇവിടെ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിലും ആ പെണ്ണിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വലിയ ഒരു പ്രത്യേകത അവൾ കണ്ടത് നമ്മൾ കാഴ്ചവെച്ചിരുന്ന കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരുന്ന ആ പെണ്ണിനെ ആര്യ ബിൻ നായർ എന്ന് പറയുന്നത്, അവൾ ഇങ്ങനെ പഠിപ്പീരൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ആരോടും മിണ്ടാതെ അകത്ത് കയറി ഒരു ബന്ധവും ഇല്ലാതെ കഴിയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വഴിതെറ്റിയ വിശ്വാസത്തിന് ചാടി കഴിഞ്ഞാൽ ബന്ധങ്ങൾ മുറിഞ്ഞു. ശരിയായ വിശ്വാസത്തിൽ വന്ന് ചാടി കഴിഞ്ഞാൽ ബന്ധങ്ങൾ വളർന്നു. ഇപ്പോൾ ഏതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിച്ചു. ശരിയായ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ബന്ധം വളരുകയും പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കുകയും മറ്റുള്ളവന് വേണ്ടി ജീവിക്കുകയും ചെയ്യും. വഴിതെറ്റിയ വിശ്വാസമാണെങ്കിലോ എല്ലാ ബന്ധങ്ങളും മാറ്റി മറിച്ചിട്ട് എല്ലാത്തോടത്തോടും വിമുഖത കാണിച്ചിട്ട് സ്വന്തം തന്നിലേക്ക് തന്നെ ചുരുങ്ങും. ആ കൊച്ചിനെക്കുറിച്ച് പറഞ്ഞ പത്രവാർത്തയാണ് കേട്ടോ, മനസ്സിലാക്കിയിരിക്കും.
അതുകൊണ്ട് നമ്മൾ നോക്കുക 13 അധ്യായം 8 തൊട്ട് 14 വാക്യങ്ങളിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി. സഹോദരപുത്രനാണ് ലോത്ത്. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? അപ്പോൾ പറഞ്ഞു നമ്മൾ സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ വഴക്കുണ്ടാക്കേണ്ട. അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ സഹോദരങ്ങളാണ്, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ കലഹമുണ്ടാകാൻ പാടില്ല. അത് ഇത്ര മനോഹരമായ വാക്യമാണ്. അത് നമ്മൾ സഹോദരങ്ങളാണ്, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ വഴക്കുണ്ടാകാൻ പാടില്ല. സഹോദരപുത്രനാണെങ്കിലും സഹോദരനെ പോലെയാണ് കരുതുന്നത്. അബ്രഹാം ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അത് ഇന്ന് നമ്മൾ കരുതുമോ? നമ്മൾ സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. നമ്മുടെ സഹോദരങ്ങൾ ഉള്ളിലേക്ക് കഴിയേണ്ട ഒരു കാര്യമല്ലേ? സഹോദരൻ ഭാര്യമാർ വരുമ്പോൾ ചിന്തിക്കേണ്ടതല്ലേ, ഞങ്ങൾ സഹോദരന്മാരാണ്, അതുകൊണ്ട് അവിടുത്തെ കൂട്ടായ്മയെ സംരക്ഷിക്കേണ്ടതാണ്, അതിനെ തകർക്കാൻ പാടില്ല. അല്ലെങ്കിൽ സഹോദരനെ തോൽപ്പിച്ചിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും തെറ്റിദ്ധാരണയാണ്. ആ സഹോദരനേക്കാൾ മുൻപന്തിൽ നിൽക്കണം, ഈ സഹോദരൻ എന്ന രീതിയിൽ രണ്ടുപേരുടെയും കൂടെ ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരബുദ്ധിയും അസൂയയും കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ജീവിതം തകരുകയല്ല, ഒന്നും വളരെയില്ല, മക്കൾ തലതിരിഞ്ഞ് പോവുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഇവിടെ അബ്രഹാമിന് സുന്ദരമായ മാതൃകയാണ്. അത് അങ്ങ് വിട്ടുകൊടുക്കുകയല്ല. രാധാവിലെ മൂത്തയാൾ, അദ്ദേഹത്തിന് വേണേൽ വീതം വെക്കാമായിരുന്നല്ലോ, വീതം വെച്ചില്ല. അത് എന്നാ പറഞ്ഞത്, ഞാൻ നിനക്ക് നീ ഇഷ്ടമുള്ള എടുത്തു, നീ പടിഞ്ഞാട്ട് പോകണമെങ്കിൽ ഞാൻ കിഴക്കോട്ട് പോകാം, നീ വടക്കോട്ട് പോകും, ഞാൻ തെക്കോട്ട് പോകാം, നീ എൻ്റെ ഇഷ്ടം പോലെ എടുത്തോളാൻ പറയും. അപ്പം അവനെന്ത് ചെയ്തു? അവൻ ഏറ്റവും ജലപുഷ്ടിയുള്ളതും ആയ സുന്ദരമായ നഗരവും അടുത്തുള്ള സോദോം ഗൊമോറ അടുത്തുള്ള സ്ഥലം അവന് തിരഞ്ഞെടുത്തു. അപ്പോൾ എന്നാ സംഭവിച്ചാൽ വെറും മരുഭൂമിയായിരിക്കുന്ന സ്ഥലം അബ്രഹാമിന് കൊടുത്തു. അബ്രഹാം എന്ന് പറയും ഒന്നും മിണ്ടിയില്ല. ഇപ്പം നല്ല പ്രദേശം അവനെടുത്തു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. പലപ്പോഴും ധരിക്കണം, സമ്പത്തൊക്കെ വീതം വയ്ക്കുമ്പോൾ നല്ല കുടുംബങ്ങളിൽ നല്ല മനുഷ്യർ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആവശ്യം. അത് മാതാപിതാക്കളെ കടന്നു വരുന്ന മാതാപിതാക്കളെ ആശീർവാദം മതി, പിന്നെ നിങ്ങൾ തരുന്നത് മതി. അങ്ങനെ ആ ചിന്തയെങ്കിൽ ആ കുടുംബം വളരും. അതായത് എനിക്ക് അപ്പൻ തരുന്ന വസ്തുവിനേക്കാൾ ചേട്ടന് കൂടുതൽ കൊടുത്തെങ്കിൽ അനിയന് കൂടുതൽ കൊടുത്താൽ ഐ എം നോട്ട് വറീഡ്, എനിക്ക് അപ്പൻ്റെ ആശീർവാദം മതി എന്ന് ധരിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബം വളരും. അതേ സമയത്ത് തട്ടിപ്പ് നടത്തി ചേട്ടൻ്റെ അല്ലെങ്കിൽ അനുജൻ്റെ സ്വത്ത് കൂടെ കരസ്ഥമാക്കി അത് അവിടെ ഇരുന്ന് പൊള്ളും. അത് ഒരിക്കലും വിജയിക്കില്ല, തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദൈവം അനുഗ്രഹിക്കുന്നു അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തല പൊക്കി നോക്കാനാണ് പറയും. എന്നിട്ട് നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്ക്. ഈ ഭൂപ്രദേശങ്ങളെല്ലാം നിനക്കും നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ നൽകും. കാനാൻ ദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാഗ്ദാനം അവിടെ നൽകിയാണ്. അബ്രഹാമിന് അനുഗ്രഹം കൊടുത്തു. അപ്പോൾ ദേശം രണ്ട് കാര്യങ്ങളാണ്. നിൻ്റെ സന്തതികൾ ആകാശ നക്ഷത്രങ്ങൾ പോലെ വരും, നക്ഷത്രങ്ങൾ പോലെ സന്തതികളുണ്ടാകും. അതുകൊണ്ട് ദേശവും കിട്ടും, അതിന് അവകാശം നിനക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ അനുഗ്രഹം അവിടെ കിട്ടി. അവിടെ നിന്നാണ് അബ്രഹാം ആ മാമ്രയിലേക്ക് പോയി. മാമ്ര എന്നൊരു വ്യക്തിയുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്. മാമ്രയിൽ ഓക്കുമരത്തിന് സമീപേ പോയി അദ്ദേഹം കൂടാരം മേടിച്ചു. ഊക്കുമരം എന്ന് പറയാനായിട്ട് പണ്ടത്തെ കാലത്ത് അവിടെയുള്ള ഈ മരത്തിൻ്റെ പെരുപിര ശബ്ദങ്ങളിലൊക്കെ ദൈവത്തെ കാണുക, അങ്ങനെ അതിനെ മരത്തെ ആരാധന ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരാരാധനയുടെ പ്രതീകമാണ് അവിടെ ഓക്ക് മരം എന്ന് പറയും. ഒരു ആരാധനയ്ക്ക് അതിന് സമീപമാണ്. അത് അവിടെ പോയി ബലിപീഠം നിർമ്മിച്ചുകൊണ്ട് തൻ്റെ ദൈവത്തെ തന്നെ ആരാധിച്ചു. ഇപ്പോൾ ആരാധന കേന്ദ്രമാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം ഇപ്പം നമ്മൾ ഹെബ്രോണിൽ ചെന്നാൽ മനോഹരമായ ആ പ്രദേശത്ത് ചെന്നാൽ ഇവരെ പൂർവ്വപിതാക്കന്മാരൊക്കെ കബറുടെ അവിടെ കാണാം. അത് അവിടെ വിലയ്ക്ക് വാങ്ങി ഒരു ഗുഹയാണ്. ആ ഭാര്യ ഭരിച്ചപ്പം സാറായി അടക്കാൻ വേണ്ടി അത് സ്ഥലം ആദ്യമായിട്ട് അയച്ച സ്ഥലം സ്വന്തമായി. എനിക്ക് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ തരും വാഗ്ദാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ അത് പൂർത്തിയായത്? പിന്നീടാണ് പൂർത്തിയായത്. ജീവിതകാലത്ത് ഇങ്ങനെ അടയാളങ്ങളും പ്രതീകങ്ങളും മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹെബ്രോണിലെ തൊട്ടടുത്ത് 2-3 കിലോമീറ്റർ, അതായത് മാമ്രെ എന്ന ആ സ്ഥലമേ, അത് ഞാൻ സൂചിപ്പിച്ചുള്ള ഒരു വ്യക്തിയുടെ പേര് കൂടിയാണ്. ജെറുസലേമിൽ നിന്ന് 30 കിലോമീറ്റർ തെക്കാണ്. ഹെബ്രോണിൽ നിന്ന് 3 കിലോമീറ്റർ വടക്കും. ഇതാണ് ഈ പറയുന്ന മാമ്ര. ഇപ്പം നമ്മൾ ആ സിറ്റിയിൽ ചെന്നാൽ ഇസ്രായേൽ സംബന്ധിച്ചുള്ളവർക്ക് അറിയാം, മാമ്രെ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും വലിയ സിറ്റിയായിപ്പോൾ അത്. മാമ്രയിൽ നല്ല മനോഹരമായി, ഇസ്രായേലിൻ്റെ സിറ്റിയല്ലേ, സ്വാഭാവികമായിട്ട് വലിയ സിറ്റിയായി. അവിടെ മാമ്രയുടെ ബോർഡ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധന അവിടെ തുറന്നു. പൂർവ്വപിതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. അതുകൊണ്ട് അവരുടെ കബറിടമൊക്കെ അവിടെ കാണാൻ നമുക്കിന്ന് സാധിക്കുമെന്ന് പറയുന്നത് യഹൂദന്മാരുടെ കയ്യിൽ തന്നെയാണ്. വളരെ ഭംഗിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കബറിടങ്ങൾ, പ്രാർത്ഥനാ സംഖ്യ, അതിനകത്ത് കയറി ചെന്നാൽ നിശബ്ദതയിലിരുന്നു കൊണ്ട് ദൈവവചനം ധ്യാനിക്കുന്ന ആൾക്കാരെ, വലിയ മുതിർന്ന ആൾക്കാരെയും കുട്ടികളെയും കാണാൻ കഴിയും. പരിപൂർണ്ണ നിശബ്ദതയിലിരുന്നു കൊണ്ട് ദൈവവചനം ധ്യാനിക്കുന്ന 100 കണക്കിന് ആളുകളെ ഇവരെ സംസ്കരിച്ച
ദേവാലയത്തിൽ ആ സ്ഥലത്തോട് ബന്ധപ്പെട്ടുള്ള ഹോളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുതന്നെയല്ല, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, ദാവീദ് രാജഭരണം ആരംഭിച്ചത് അവിടെ ഹെബ്രോണിൽ നിന്നാണ്. ആരംഭിച്ച മാത്രമല്ല, തൻ്റെ പുത്രൻ അബ്സലോം എന്ന് പറയുന്ന രാജകുമാരൻ അപ്പനെതിരായിട്ട് സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അപ്പനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് സംഘടിതമായിട്ട് പ്രവർത്തനം ആരംഭിച്ചതും ഈ പറയുന്ന ഹെബ്രോണിൽ നിന്നാണ്. അതുകൊണ്ട് അത് നമുക്ക് പ്രത്യേകം സാമൂഹ്യ 2-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലും 2-ാം പുസ്തകത്തിൻ്റെ 15 അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ലാഭകരമെന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ ലാഭകരമാകണം എന്നില്ല. ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളതിനൊക്കെ വലിയ മൂല്യം ബോധമൊന്നും നമ്മൾ നൽകുകയില്ല. പിന്നെ സഹോദരൻ്റേത് കരസ്ഥമാക്കിയിട്ട് ദീർഘകാലം സന്തോഷമായി ജീവിക്കാമെന്ന് ആരും കരുതേണ്ട. എവിടെയെങ്കിലും തിരിച്ചടി ഉണ്ടാകും. സഹോദരൻ്റേത് സ്വന്തമാക്കിയിട്ട് സുഖമായിട്ട് കഴിയാമെന്ന് ആരും ധരിക്കേണ്ട. അപ്പോൾ പിടിച്ചെടുത്തതൊക്കെ വിട്ടുകൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. അതൊന്നും പിടിച്ചെടുക്കാതെ വിട്ടുകൊടുക്കുന്ന മനോഭാവമാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അബ്രഹാമിൽ നോക്കിക്കാണുമ്പോൾ അത് സഹോദരന് വേണ്ടിയെല്ലാം വിട്ടുകൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ജീവിത ശൈലിയാണ്. ഈ വിശ്വാസം ശരിക്കും ധരിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു വിശ്വാസത്തിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നീട് അത് വരുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപ്പെടുത്തി ആത്മധൈര്യം നൽകിക്കൊണ്ട് ദൈവ സാന്നിധ്യത്തിന് ആനന്ദവും സന്തോഷവും നൽകുന്നതല്ലേ ഈ വിശ്വാസം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തെ കൂടുതൽ നവീകരിക്കും. പറ്റത്തെ ഇന്നത്തെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച സംഭവങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ ഇത് നമ്മുടെ ചുറ്റുപാടുമല്ലേ ഇതൊക്കെ നടക്കുന്നത്. വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ഇതുപോലെ പെട്ടുപോകുന്നത്. അതുകൊണ്ട് വലിയ വിദ്യാഭ്യാസത്തിലൊന്നും വലിയ കാര്യമില്ല. വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഹൃദയത്തിലില്ലെങ്കിൽ വിശ്വാസമൊക്കെ അപകടകരമാകാവുന്ന വിദ്യാഭ്യാസമൊക്കെ അപകടകരമാകാവുന്ന സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് സ്വാധീനം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഇതൊക്കെ വലിയ മാഫിയാണ്. അതിൻ്റെ പിൻപിൽ വലിയ വലിയ കലാസാഹിത്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സിനിമകളുടെയും കഥകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ചെന്ന് കണ്ടും കേട്ടും ആ പിള്ളേരൊക്കെ വിശ്വാസമൊക്കെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരോട് ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തി പള്ളിയോടും ദേവാലയത്തോടും സഭയോടും ചേർന്ന് നിർത്തി വളർത്തിക്കൊണ്ട് പോയാൽ അവനവന് കൊള്ളാം, നന്നായിരിക്കും. അതിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അടുത്തത് നാം കാണുന്നത് 14-ാം അധ്യായം 1-24 വാക്യങ്ങൾ വലിയ സംഭവമാണ്. സഹോദരൻ ഇങ്ങനെ ചേട്ടനെ പറ്റിച്ചിട്ട് പോയി ഭൂമി സ്വത്തും കൊണ്ടുപോയി മിടുക്കനാണ്, സുഖമായിട്ട് ജീവിക്കാം, നഗരമായി ഇഷ്ടപ്പെട്ട് ആ നഗരത്തിൽ പോയി താമസിച്ച അവസാനം ആ രാജാക്കന്മാർ വന്ന് ഇവരെല്ലാം അടിച്ച് കെട്ടി കൊണ്ടുപോയപ്പം തടവുകാരനായി ഈ ലോത്തിനെയും കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. തടവുകാരനായിട്ട് കൊണ്ടുപോകപ്പെട്ട എല്ലാം ഈ നേടിയെടുത്ത അല്ലെങ്കിൽ കൊണ്ടുപോയി ഇങ്ങനെ ചേട്ടനെ പറ്റി കിട്ടിയതും മറ്റത്ത് കിട്ടിയതും ആ കിട്ടിയതും എല്ലാം ഉപേക്ഷിച്ചിട്ട് തടവുകാരനായിട്ട് പോകേണ്ടി വന്നു. ആ പോയ അവസരത്തിൽ ഇതറിഞ്ഞ അബ്രഹാം ഒരു പടയാളിയായിട്ട് മാറുകയാണ്. ഒരു പ്രഭുവായിട്ട് വലിയ പടയാളിയായിട്ട് മാറി വേണ്ട ഇവരോട് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ട് ഇവനെ സ്വതന്ത്രനാക്കും. നോക്കണേ, തള്ളിക്കളഞ്ഞതും തിരസ്കരിച്ചതുമായ സ്വന്തം സഹോദരൻ രക്ഷകനായിട്ട് വരുന്നതാണ് അടുത്ത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തീരെ പടയാളിയായിട്ട് മാറും. അപ്പോൾ അവിടെ നാം കാണുന്നത് ഇദ്ദേഹത്തെ ഒരു വലിയ രാജാവിൻ്റെ ശക്തിയിലെ ആളായിട്ട് കാണുകയാണ്. അതേസമയത്ത് മൽക്കീസെദെക്ക് എന്ന ഒരു വ്യക്തി അവിടെ കടന്നു വരുന്ന രക്ഷക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. അപ്പോൾ കാനാദേശത്തെ സാമന്ത രാജാക്കന്മാർ 4 രാജാക്കന്മാരുണ്ടായിരുന്നു. ഇവരെയാണ് മറ്റുള്ളവർ വന്ന് കീഴടക്കുക. ഷീനാർ, അതുപോലെ അരിയാക്ക, പിന്നെ ഏലാം, ഗോയിം, ഇതൊക്കെ പറയുന്ന പ്രദേശങ്ങളിലെ ഹൂര്യരും ഹിത്യരും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വന്ന് ആ യുദ്ധങ്ങളുണ്ടായി. ഇവിടെ വലിയ പ്രധാനപ്പെട്ട നഗരങ്ങൾ സോദോമും ഗോമോറായും അതുമായും അതുപോലെ തന്നെ സോവാലും ഒക്കെയാണ്. സിദ്ദീൻ താഴ്വര എന്ന് പറയുന്നത് ഉപ്പ് കടലാണ്. ഇന്നത്തെ കാണുന്ന പ്രത്യേക സംഘം ചാവുകടലിൻ്റെ ഒരു തെക്കേ അറ്റമാണ്. അതുകൊണ്ട് ഒരു സമതലമാണ്. ഒരു കാലത്ത് ഇവിടെ എന്തോ ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടലോ ഏതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാണ് ആ സമതലങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രീയമായിട്ടും. ഏതായാലും അങ്ങനെ അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടലൊക്കെ ആയിട്ട് സംഭവിച്ചാകാം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവിടെയെല്ലാം പല കടലിൻ്റെ ചില ഭാഗത്ത് 20 അടി മാത്രമേ ആഴമുള്ളൂ, മറ്റ് ചില ഭാഗങ്ങളിൽ 1000 അടി വരെ താഴ്മ. അപ്പോൾ അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ആ കടലിനെ സംബന്ധിച്ച്. അപ്പോൾ ലോത്തിനെ തടവുകാരനായിട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് മോചിപ്പിക്കാമെന്നാണ് അബ്രഹാം ധീരതയോടുകൂടി ഒരു നാട്ടുരാജാവിൻ്റെ ആ ഒരു പരുവത്തിൽ അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു? ബാബിലോണിയൻ വാസ്തവത്തിൽ ഇത് ബാബിലോണിയേക്കാൾ അടിമത്തത്തിലും പേർഷ്യക്കാർ അടിമത്തത്തിലും കഴിഞ്ഞുകൂടി പോയ ജനത്തിനും വലിയ ആവേശം നൽകുന്ന ആത്മാഭിമാനം നൽകുന്ന കാര്യമായത്. എൻ്റെ പൂർവ്വപിതാവായ അബ്രഹാം ഇങ്ങനെ ഇവരെയൊക്കെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെതായ കരുത്ത് അവർക്കുണ്ടാകാം. ഇത് രചനയുണ്ടാകും നമുക്കറിയാം. ഈ അടിമത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രചനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ബാബിലോണിയത്തിൻ്റെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രമായതിന് ശേഷമാണ് വാസ്തവത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഞ്ചഗ്രന്ഥിയുടെ ആ
രചന രൂപീകരിക്കപ്പെടുന്നത് തന്നെ. അപ്പോൾ അതേ സമയം മൽക്കീസദക്ക് എന്ന് പറഞ്ഞാൽ സാലേം രാജാവ്. സാലേം എന്ന് പറഞ്ഞാൽ ജെറൂസലേമാണ്, അതായത് സിയോൺ എന്നൊക്കെ പറയുന്നതൊക്കെ സാലേമാണ്. എൻ്റെ രാജാവ് നീതി. മൽക്കീസദക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ രാജാവ് നീതി, അല്ലെങ്കിൽ നീതിയുടെ രാജാവ് എന്നൊക്കെയാണ് അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നത്. അത് അപ്പവും വീഞ്ഞും കൊണ്ട് ഈ ദാവീദിന് കൊടുത്തു. അപ്പവും വീഞ്ഞും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ക്ഷീണിച്ച് വരുന്നവർക്കുള്ള ഭക്ഷണമായിട്ടാണ്. അദ്ദേഹത്തെ പറഞ്ഞ അത്യുന്നതായ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്നാണ് മെൽക്കീസദക്കിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ രാജ്യത്വവും പൗരോഹിത്യവും ഒരു വ്യക്തിയിൽ ഒന്നിച്ച് നിൽക്കുന്ന രീതിയാണ് കാനാൻകാരുടെ ഇടയിലുണ്ടായത്. കാനാൻകാരുടെ ഇടയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നല്ല രാജാവാണ് മെൽക്കീസദക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രക്ഷാരാജ്യത്വം ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകത അതിനകത്തുണ്ട്. അത്യുന്നതായ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്നാണ് അദ്ദേഹം. അതായത് ദേവാദിദേവൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ് വാസ്തവത്തിൽ ആ ഒരു ചിന്ത നേരെ കടന്നു വന്നത്, സത്യദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തിൽ. ഒന്ന്, ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അബ്രഹാമിന് ഉണ്ടായിട്ട് അബ്രഹാമിനെ ആശീർവദിക്കുന്നുണ്ട്. പിന്നെ അബ്രഹാമിൻ്റെ ശത്രുക്കളെ മേൽ വിജയം ആശംസിക്കുന്നുണ്ട്. ഈ മെൽക്കീസദക്ക് കടന്നു വന്നിട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് വളരെ മനോഹരമായ രീതിയിൽ അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അബ്രഹാം. അതുകൊണ്ട് ദേശാംശം കൊടുക്കുമ്പോൾ ആളിനെ അംഗീകരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ആ കാട്ടങ്ങളിലൊക്കെ യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഇടയിൽ രാജവംശത്തെയൊക്കെ എതിർക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനം കൂടിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ രാജാവിനെ അംഗീകരിക്കുന്നതായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നുണ്ട്. രാജഭരണത്തെ പറയുന്നതാണ്. അപ്പോൾ രാജാവും പുരോഹിതനും ഒരാളായിരിക്കുന്ന പ്രത്യേകത അങ്ങനെ ആയിരുന്നല്ലോ. ദാവീദും സോളമനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നീട് രണ്ടായിട്ട് വേർതിരിക്കാൻ ഇടയാണ്. മെൽക്കീസദക്കിൻ്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു എന്നുള്ള സങ്കീർത്തനം 110:4 പറയുന്നത്. അതായത് മെൽക്കീസദക്കിൻ്റെ ക്രമം അനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് പറയുന്നത് ഹെബ്രായക്കാരുടെ ലേഖനത്തിന് 7-ാം അധ്യായത്തിൽ പൗലോസ് കൂട്ടിയിരുന്നു. കാരണം കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനമായിട്ട് അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ലേവി ഗോത്രത്തിൻ്റെ പൗരോഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പൗരോഹിത്യത്തെക്കുറിച്ചുള്ള സൂചന അവിടെ നൽകാതെ കർത്താവിൻ്റെ പൗരോഹിത്യമാണ്. അപ്പോൾ അവിടെ അബ്രഹാം ബന്ധപ്പെടുന്ന ഒരു വളരെ മനോഹരമായൊരു സംഭവമാണത്. അതുകൊണ്ട് ആശ്രയം കർത്താവിൽ മാത്രം. 14-ാം അധ്യായം തൊട്ട് 24 വാക്യങ്ങൾ ചെല്ലുമ്പോൾ ദൈവം നൽകുന്നത് മാത്രം മതി, എനിക്ക് അതിനപ്പുറത്തോട്ടൊന്നും വേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയും. ദൈവം നൽകുന്നത് മാത്രം എനിക്ക് മതി. അങ്ങനെ വിശ്വസിച്ച് എല്ലാവരും അങ്ങനെ വിശ്വസിച്ച് നോക്കി, എനിക്ക് ദൈവം തരുന്നത് മതി, എനിക്ക് മറ്റൊന്നും ആരുടെയും പ്രത്യേകിച്ച് അത്യാഗ്രഹത്തിലോ ആർത്തിയിലോ ഒന്നും ആക്രാന്തത്തിലോ ഒന്നും ഉണ്ടാക്കേണ്ടതേ നമ്മുടെ അധ്വാനത്തിലൂടെ തമ്പുരാൻ തരുന്നത് മതി എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ആത്മാവിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് കർത്താവാണ് എല്ലാത്തിൻ്റെയും നമുക്ക് അടിത്തറയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ വീണ്ടും മനോഹരമാക്കി ഇപ്പം മറ്റ് മതങ്ങളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുന്നതിന് നമുക്കൊരു വിഷമമില്ല. ഇത് ഒന്നാമത്തെ ഉദാഹരണം ഇവിടെയാണ്. കാനാൻകാരുടെ ദൈവത്തെ ആരാധിച്ചിരുന്ന ഈ മെൽക്കീസദക്കിൽ നിന്ന് പ്രത്യേകമായിട്ട് നല്ല കാര്യങ്ങൾ, സത്യവും അതുപോലെ വിശുദ്ധവുമായ കാര്യങ്ങൾ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിന് ഇവിടെ ദാവീദിന് ഒരു വിഷമവും അബ്രഹാമിന് ഒരു വിഷമവും ഉണ്ടായില്ല. അത് സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും മറ്റു മതങ്ങളിൽ കാണുന്ന സത്യത്തിൻ്റെയും ഒക്കെ അംശങ്ങൾ, അത് വത്തിക്കാനുള്ള ഡിഗ്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞ സത്യത്തിൻ്റെ അംശങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യാൻ തയ്യാറാണ്. അല്ല മറ്റു മതങ്ങളെയൊക്കെ വെറുപ്പിച്ച് ആട്ടി പുറത്താക്കി നമ്മൾ മാത്രം മതി എന്നൊരു ചിന്ത ക്രൈസ്തവികതയിലില്ല. നാം ധരിച്ചിരിക്കേണ്ട, നമ്മൾ ഒരു മതത്തെയും തള്ളി പറയുന്നില്ല, ഒരു മതവിശ്വാസിയെയും തള്ളി പറയുന്നില്ല. എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുള്ള നന്മയെ സ്വാംശീകരിക്കാൻ നാം ശ്രമിക്കുക. അങ്ങനെയാണ് സഭയും വളർന്നു വന്നിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങളുടെ കോണ്ടിനെൻറ്റുകളിൽ സഭ സുവിശേഷം ചെന്ന് വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരം അതേപടി സ്വീകരിച്ചിട്ട് അതിനെ മാനസാന്തരപ്പെടുത്തി മാറ്റിയെടുത്തിട്ട് ഈ വലിയ സത്യത്തിലേക്ക്, ദൈവം സ്നേഹമാകുന്ന സത്യത്തിലേക്ക്, അതുകൊണ്ട് മക്കൾ പരസ്പരം സ്നേഹിക്കുന്ന സത്യത്തിലേക്ക്, സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും നീതിയുടെയുമായ ഒരു ജീവിതശൈലി രൂപീകരിക്കാൻ സഭയ്ക്ക് സാധിച്ചത് ഇപ്രകാരം ഇൻക്ലൂസീവായിട്ട്, എക്സ്ക്ലൂസീവല്ല, എല്ലാവരും ഉൾക്കൊള്ളുന്ന മനോഭാവം ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ കൊടുക്കുമ്പോഴാണ് കിട്ടുക, അല്ലാതെ പിടിച്ചെടുക്കുമ്പോഴല്ല, കൊടുക്കുമ്പോൾ കിട്ടി. അബ്രഹാം കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ത്യാഗത്തിലാണ് നേട്ടം. അങ്ങനെയാണ് ജീവിതത്തിൽ. അപ്പോൾ പങ്ക് നഷ്ടപ്പെട്ട അബ്രഹാമിന് ദൈവം തന്നെ ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണ്. അതേസമയം സ്വാർത്ഥപൂരിതനായി പോയവൻ തടവുകാരനായിട്ട് വന്നവനെ രക്ഷിക്കാൻ അബ്രഹാം തന്നെ വേണ്ടി വന്നു. അപ്പോൾ സഹോദരന് വേണ്ടി സാഹസങ്ങൾക്ക് മുതിരുന്നവരെ കർത്താവ് കാത്തൊരുവരിക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടി അങ്ങനെയുണ്ടല്ലോ. ചില അപകടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വെള്ളത്തിൽ മുങ്ങി ചാകുന്ന നേരത്ത് കൊച്ചു പിള്ളേർക്ക് പെട്ടെന്ന് എടുത്തു ചാടി ചിലർക്ക് രക്ഷിക്കുന്ന വളരെ
വീര പരാക്രമങ്ങളൊക്കെ വാർത്തകൾ വരുമ്പോൾ അവരെയൊക്കെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുമ്പോൾ അവരെ രക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥമെന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ് ഇന്നത്തെ ഈ വിചിന്തനം. പ്രധാനമായി ഇന്നത്തെ വചനഭാഗം നമ്മൾ എപ്പോൾ ധ്യാനിച്ചാലും ഓർത്തു കൊള്ളണം, ഇപ്പോഴത്തെ ആനുകാലിക സംഭവങ്ങളോട് ചേർത്ത് തന്നെ വേണം അത് വിശ്വാസത്തിൻ്റെ തനിമ കണ്ടെത്താൻ. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ഒരു പഴഞ്ചരക്കൊന്നുമല്ല, അത് എന്നും ലൈവാണ്, എന്നും ആക്റ്റീവാണ്, എന്നും നൂതനമാണ്, എന്നും ശക്തി പകരുന്നതാണ്, ഒന്നും ജീവൻ പകരുന്നതാണ്. ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് മനസ്സമാധാനവും ശാന്തിയൊക്കെ ഇത് നമുക്ക് സ്വന്തമായിട്ട് എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. കർത്താവ് ഈശോയും കൃപയും പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും വിശുദ്ധ മനസ്സവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.